മണ്ണഞ്ചേരിയിൽ നിന്നും ഹാഷിം നമുക്കൊപ്പം ചേരുകയാണ്. ഹാഷിം, വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. ആരാകണം മുഖ്യമന്ത്രി എന്നുള്ളത്. ഹാഷിമിന്റെ അഭിപ്രായം ഇതിൽ ആര് മുഖ്യമന്ത്രിയാകണം എന്നുള്ളതാണ്. മേഡം, എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരേ ഒരു സ്വരത്തിൽ പറയുന്ന BD സതീശൻ എന്ന നേതാവിനെയാണ്. ഞങ്ങൾ ഒരുപാട് കരുത്തുറ്റ നേതാവാണ്. എല്ലാ കാര്യത്തിലും എല്ലാത്തിനും മുൻകൈ എടുത്ത് ഒറ്റ തീരുമാനം എടുക്കുന്ന കരുത്തുറ്റ നേതാവാണ് BD സതീശൻ. കൂടുതൽ MLA-മാര് KC വേണുഗോപാൽ വരണമെന്നാണ് പറയുന്നത്. MLA-മാരുടെ പിന്തുണ KCക്കാണ്. അത് MLA-മാരുടെ പിന്തുണ KCക്കാണെങ്കിലും ജനങ്ങളുടെ വികാരം അത് BD സതീശനാണ്. പട നയിച്ചവൻ നാട് നയിക്കട്ടെ, അതാണ് ജനവികാരം. അത് KC വേണുഗോപാൽ മോശമാണെന്നല്ല, KC വേണുഗോപാൽ നല്ലതാണ്, രമേശ് ചെന്നിത്തല നല്ല ഒരു നേതാവാണ്. പക്ഷെ പട നയിച്ച ആള് BD സതീശനാണ്. അത് കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ വോട്ട് ചെയ്യുന്നത്. അദ്ദേഹം തീർച്ചയായിട്ടും വരണമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. കേരളം ഒന്നാകെ പറയുന്ന ഒരു ആഗ്രഹമാണ്. ശരി ശരി ഹാഷിം, മണ്ണഞ്ചേരിയിൽ നിന്നും ഹാഷിം പറയുന്നത് VD സതീശൻ മുഖ്യമന്ത്രിയായി വരണമെന്നുള്ളതാണ്. ഇനി അങ്കമാലിയിൽ നിന്നും ഫ്രാൻസിസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഫ്രാൻസിസ്, വലിയ തരത്തിലുള്ള ആവശ്യമാണ് VD സതീശൻ മുഖ്യമന്ത്രിയാവണമെന്നുള്ളത്. എന്നാൽ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും അടക്കമുള്ള ആളുകളും മുഖ്യമന്ത്രിയാകണം എന്നുള്ള തരത്തിൽ പാർട്ടിയിൽ നിന്നും ശബ്ദം ഉയർന്നുണ്ട്. അപ്പോൾ ഫ്രാൻസിസിന് എന്താണ് ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായമുള്ളത്? എന്റെ അഭിപ്രായം BD സതീശൻ തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരണം. കാരണം ഈ ഇപ്പോഴുള്ള KC അനുകൂലിക്കുന്ന MLA-മാരുടെ ഇത് കണ്ടിട്ടല്ല കേരളത്തിലെ ജനങ്ങൾ അവരുടെ MLA-മാരുടെ യോഗ്യതയും അയോഗ്യതയും കണ്ടിട്ടല്ല അവർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. അവർ മുന്നിൽ കണ്ടത് BD സതീശനെ കണ്ടുകൊണ്ടാണ്. BD സതീശന് അധികാരത്തിൽ വരണം, മുഖ്യമന്ത്രി ആവണം എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ മാത്യു കുഴൽനാടിന്റെ ഒരു പ്രസ്താവനയെ കുറിച്ച് എനിക്കൊന്ന് പറയാനുണ്ട്. മാത്യു കുഴൽനാടൻ പറഞ്ഞു മുസ്ലിം ലീഗിന് ഇതിനൊന്നും അവർ യാതൊരു ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല എന്ന്. എന്നാ KC അനുകൂലിക്കുന്ന MLA-മാർ വെച്ചിട്ട് KC അങ്ങോട്ട് മുഖ്യമന്ത്രി മന്ത്രിസഭ രൂപീകരിക്കുകയും ഘടകകക്ഷികളുടെയും മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും പിന്തുണയില്ലാതെ കോൺഗ്രസിനെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് മാത്യു കുഴൽനാടൻ ഈ 63 MLA-മാരെയും വെച്ചിട്ട് KC മുഖ്യമന്ത്രിയാക്കി അധികാരം പിടിക്കുക. ചുമ്മാ കിടന്നിട്ട് കോൺഗ്രസ്സുകാരും നാറ്റിട്ട് ഇനി ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഉറപ്പായിരിക്കും BJP ജയിക്കും. അതിനുള്ള ഇടം ഈ കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാക്കി കൊടുക്കരുത്. ഈ UDF-ന് ജയിപ്പിച്ചത് ഇവിടുത്തെ ജനങ്ങളാണ്, അല്ലാണ്ട് മാത്യു കുഴൽനാടനോ റോജി ജോണോ അങ്ങനെയുള്ള കുറെ ഉടായിപ്പ് MLA-മാരുമല്ല. ശരി ശരി ഫ്രാൻസിസ് അങ്കമാലിയിൽ നിന്നുമാണ്. ഫ്രാൻസിസും VD സതീശൻ തന്നെ വരണമെന്ന് പറയുന്നു. ഇനി പാലക്കാട് നിന്നും ഹരി ചേരുകയാണ്. ഹരിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ 3 പേരുകളാണ് ഉയരുന്നത്. അപ്പോൾ ഇതിൽ 3-ൽ ആര് മുഖ്യമന്ത്രിയാകണമെന്നാണ് ഹരിയുടെ ഒരു അഭിപ്രായം? VD സതീശൻ. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട്? നിയമസഭയിൽ 5 വർഷക്കാലം പൊരുതിയത് അയാളാണ്. അപ്പൊ അയാൾ തന്നെ ആവണം. ഈ VD സതീശൻ അല്ലാതെ മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിനുള്ള സാധ്യത തന്നെയാണ് ഇവിടെ ഉള്ളത്. ഉറപ്പ് തന്നെയാണ്. ഈ ഇത്രയും വലിയൊരു മാജിക്കൽ നമ്പറിലേക്ക് 102 എന്നുള്ള വലിയ നമ്പറിലേക്ക് ഈ ഒരു UDF-ന്റെ ഭൂരിപക്ഷം വിജയമൊക്കെ എത്താനുള്ള കാരണം VD സതീശനാണ് എന്നാണ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് മുൻപ് VD സതീശൻ സ്വീകരിച്ച നിലപാടുകളൊക്കെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? നല്ല പ്രവൃത്തിയായിരുന്നു, നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് ആൾ. അതുകൊണ്ട് VD സതീശൻ ആവണമെന്നാണ് ഞങ്ങളുടെ വ്യക്തിപരമായ താല്പര്യം. KC വേണുഗോപാലിനാണ് കൂടുതൽ MLA-മാരുടെ പിന്തുണയുള്ളത്. രമേശ് ചെന്നിത്തലയാണ് സീനിയോറിറ്റിയിൽ മുൻപിലുള്ളത്. അപ്പോൾ അവരൊക്കെ മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യതയും അത്തരത്തിൽ നിൽക്കുകയല്ലേ? MP-മാര് മത്സരിക്കാൻ പാടില്ലെന്ന ഹൈക്കമാൻഡ് തീരുമാനമുള്ള സമയത്ത് പിന്നെ MP മത്സരിക്കേണ്ട കാര്യം എന്താണ്? ഇത്തരത്തിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ 2 ഉപതെരഞ്ഞെടുപ്പുകളാകും ഉണ്ടാകുക. അപ്പോൾ അത് ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന പോലത്തെ കാര്യമാകില്ലേ? ആവും. ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാവും. അപ്പോൾ ഹരി പറയുന്നത് VD സതീശൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ നല്ല ഒരു ഭരണം കേരളത്തിന് കാഴ്ചവെക്കാൻ VD സതീശന് സാധിക്കുമെന്നുള്ളതാണോ? ഉറപ്പാണ്. VD സതീശനെ കഴിയുള്ളൂ, സംശയമില്ല ആ കാര്യത്തില്. ശരി ഹരിയും പറയുന്നത് VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണമെന്നുള്ളതാണ്. ഇനി എറണാകുളത്ത് നിന്നും അനിലാണ് നമുക്കൊപ്പം ചേരുന്നത്. അനിൽ, എറണാകുളം എന്ന് പറയുന്നത് VD സതീശന്റെ തട്ടകം കൂടിയാണ്. അപ്പോൾ അനിലിന് ഈ ഒരു സമയത്ത് എന്താണ് അഭിപ്രായമുള്ളത്? യാതൊരു സംശയവും വേണ്ട, VD സതീശൻ തന്നെ ആവണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരും ആഗ്രഹം. അത് അനില് എറണാകുളത്ത് നിന്നുള്ള ഒരാളായതുകൊണ്ടാണോ പറയുന്നത്, അല്ലെങ്കിൽ ഒരു പൊതുവികാരം എന്നുള്ള രീതിയിലാണോ പറയുന്നത്? പൊതുവികാരം മാത്രമല്ല, ഞാൻ എറണാകുളത്തുകാരനാണ്, സതീശന്റെ മണ്ഡലമാണ്.
ഞങ്ങളുടെ എല്ലാവരും സാധാരണക്കാരായ ജനങ്ങളുടെ എല്ലാവരും ആഗ്രഹം വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി വരണം എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പുള്ളിക്കാരന് വോട്ട് ചെയ്തതും വിജയിപ്പിച്ചത്. KC വേണുഗോപാലോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ മുഖ്യമന്ത്രി ആകുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് ഇവിടെ സാധ്യതയുണ്ടോ? ഉണ്ടാകാനാണ് ചാൻസ് കൂടുതൽ. കാര്യം പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു മണ്ഡലം എന്ന് പറയുമ്പോൾ സതീശനെ സപ്പോർട്ട് ചെയ്യുന്നൊരു മണ്ഡലമാണ്. ഞങ്ങൾക്കറിയാം സതീശൻ എങ്ങനെയാണ് പ്രവർത്തനം എന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ KCനെ പറ്റിയോ അല്ലെങ്കിൽ ചെന്നിത്തലിനെ പറ്റിയോ മോശം അഭിപ്രായമല്ല. പക്ഷെ ഞങ്ങൾക്ക് സതീശൻ മുഖ്യമന്ത്രിയായി വരണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ശരി ശരി അനിൽ, ഇനി കോഴിക്കോട് നിന്നും സുജേഷ് ആണ് ചേരുന്നത്. സുജേഷിന് ആര് മുഖ്യമന്ത്രിയാവണം എന്നാണ് ആഗ്രഹം? വി ഡി സതീശൻ. വി ഡി സതീശൻ. എന്തുകൊണ്ടാണ്? നമ്മൾ അത്രത്തോളം വി ഡി സതീശനെ ജനങ്ങൾ ആഗ്രഹിച്ച് മുഖ്യമന്ത്രിയാവുന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മള് മൂപ്പരെ ഇതാക്കി ഇലക്ഷനിൽ നിന്ന് നമ്മൾ വിജയിപ്പിച്ചെടുത്തത്. എന്നിട്ട് പിന്നെ MP സ്ഥാനത്ത് നിൽക്കുന്ന ഒരാള് മുഖ്യമന്ത്രിയാവുന്ന പറഞ്ഞത് ശരിയാണോ? വീണ്ടും അതൊരു ഇലക്ഷനെ നേരിടുന്ന മാതിരിയല്ലേ? അപ്പൊ ജനങ്ങളെ വഞ്ചിക്കുന്ന മാതിരിയല്ലേ ഇത്? ഇത്തരത്തിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കിയില്ല, KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുകയാണ്. ഇത്തരത്തിൽ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്നത് അത്തരം സ്ഥലങ്ങളിൽ പോയി KCയെ പരാജയപ്പെടുത്തും എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങുമോ? നീങ്ങൂലേ? കാരണം ജനങ്ങളത് അംഗീകരിക്കില്ല ഒരിക്കലും. കാരണം ജനങ്ങൾ മുമ്പ് ഒരാളെ MP ആയിട്ട് വിജയിപ്പിച്ച ഒരാളെ പിന്നെയും അത് ഓല് രാജിവെച്ച് വീണ്ടും മന്ത്രിയായിട്ട് മത്സരിക്കുമ്പോൾ അത് ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യല്ലേ? ശരി ശരി അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇനി കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഷാജി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഷാജിയിലേക്കാണ്. ഷാജി, ഇത്രയും സമയം നമ്മളോട് ഒരുപാട് ആളുകൾ പ്രതികരിച്ചു. അവരെല്ലാവരും ഒരൊറ്റ പേരാണ് പറയുന്നത്, വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണം എന്നുള്ളതാണ്. അപ്പോൾ ഷാജിയുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണം. കഴിഞ്ഞ 5 വർഷം രാപകലില്ലാതെ വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ഈ ജനങ്ങളോടൊപ്പം നിന്ന ഏക നേതാവ് കേരളത്തിൽ ഇന്ന് UDFന്റെ കോൺഗ്രസിന്റെ നേതാവ് വി ഡി സതീശനാണ്. അതുകൊണ്ട് സതീശനല്ലാതെ വേറൊരാളെയും മുഖ്യമന്ത്രിയാക്കാൻ പറ്റൂല.